ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. ജയ് മാത. രമാശക്തി മിഷൻ, ശക്തിനഗർ, മംഗലാപുരം. ബുള്ളറ്റിൻ 75. 1974 ഒക്ടോബർ മാസം ജഗദ്ഗുരു ശ്രീ രമാദേവി അമ്മ നടത്തിയ പ്രഭാഷണങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ. അന്ന് ശനിയാഴ്ചയായിരുന്നു. കണ്ണൂരിൽ നിന്നുള്ള ബാലികാബാലന്മാരും രക്ഷകർത്താക്കളും അധ്യാപകരുമായി 80ഓളം പേർ ഉൾപ്പെട്ട ഒരു സംഘത്തിൻ്റെ ആഗമനം ശക്തിനഗറിൽ നടന്ന ശ്രദ്ധേയമായ സംഭാവനകളിൽ ഒന്നായിരുന്നു. അമ്മയുടെ കണ്ണൂരിലെ ശിഷ്യരായ ഏതാനും അധ്യാപികമാർ സംഘടിപ്പിച്ച വിനോദയാത്രയുടെ ഭാഗമായിരുന്നു ശക്തിനഗറിലേക്ക് നടത്തിയ തീർത്ഥാടനം. ഈ ദിവ്യ സംഗീതത്തിൽ ആ സംഘത്തിന് അനുഗ്രഹപൂർണമായ അനുഭവം സമ്പാദിക്കാൻ സാധിച്ചു. കരുണാമയിയായ അമ്മ തൻ്റെ അളവറ്റ ദിവ്യപ്രേമമാകുന്ന പുണ്യതീർത്ഥത്തിൽ അവരെ മജ്ജനം ചെയ്യുകയായിരുന്നു. ഒട്ടുവളരെ നിർദ്ദേശനിർഭരമായ ഭാഷണങ്ങളിലൂടെയും പ്രചോദനോദ്ദീപമായ ദർശനം മുഖേനയും ഒരു നവജീവിതത്തിനുള്ള അഭിവാഞ്ഛ അങ്കരിപ്പിക്കുകയും ചെയ്തു. ഒരു ശനിയാഴ്ച രാത്രിയിലായിരുന്നു അവർ ശക്തിനഗറിൽ വന്നു ചേർന്നത്. അത്താഴം കഴിഞ്ഞ ഉടനെ തന്നെ അമ്മ അവർക്ക് ദർശനമരുളുകയും അവരോട് വ്യക്തിപരമായും കാരുണ്യപൂർണവുമായ രീതിയിൽ സംസാരിക്കുകയുണ്ടായി. അടുത്ത ദിവസം, അതായത് ശനിയാഴ്ച, ദർശന പരിപാടി ഫാക്ടറി ഹാളിലാണ് ഏർപ്പെടുത്തിയിരുന്നത്. നവാഗതരായ അതിഥികൾക്ക് പുറമെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വന്നിരുന്ന ഭക്തജനങ്ങൾ ഉൾപ്പെടെ ഒരു വൻപിച്ച സമൂഹം സന്നിഹിതമായിരുന്നു. പതിവുള്ള ധ്യാനത്തെ തുടർന്ന് 1 മണിക്കൂർ നീണ്ടുനിന്ന ഉന്മേഷജനകമായ ഭജന പരിപാടി നടന്നു. കരുണാമയിയായ അമ്മ ഫാക്ടറി ഹാളിൽ എഴുന്നള്ളുകയും സദസ്യരോട് മലയാളത്തിൽ പ്രഭാഷണം ചെയ്യുകയും ചെയ്തു. സദസ്യരിൽ ഭൂരിഭാഗവും നവാഗതരായിരുന്നതിനാൽ അമ്മയ്ക്ക് ആധ്യാത്മിക ജീവിതത്തെ സംബന്ധിച്ച് വിവിധ വിഷയങ്ങളുടെ പ്രാഥമിക പാഠം തൊട്ട് പരമോന്നതാവസ്ഥ വരെ സ്പർശിക്കേണ്ടി വന്നു. അതിൻ്റെ സംഗ്രഹം ചുവടെ ചേർക്കുന്നു. പ്രപഞ്ചത്തെയും ആത്മാവിനെയും ഈശ്വരനെയും 3 ഘടകമായി പരസ്പരം വിഭിന്നമായും കാണുന്നത് അജ്ഞാനം കൊണ്ടാണ്. അവയെ ഏകവും അഭിന്നമായ ഒരേ സത്യമായി മനസ്സിലാക്കുന്നത് ജ്ഞാനമാണ്. പരമാത്മാവായ ഈശ്വരൻ മാത്രമാണ് നിത്യസത്യമായുള്ളത്. ഈ പരമസത്യത്തെ വെളിപ്പെടുത്തുന്ന വിജ്ഞാനം ഒരു വിശുദ്ധ പ്രകാശമാണ്. അതിന് വിഷയങ്ങളുടെ സമ്പർക്കമില്ല, ത്രിപിടിയുടെ സ്പർശനമില്ല, സംശയത്തിൻ്റെ ലാഞ്ചന പോലുമില്ല. വിജ്ഞാനം അപഗാഢമായ ബ്രഹ്മാനുഭൂതിയുടെ തേജസ്സാണ്. ഈ ബ്രഹ്മാനുഭൂതി മൂലം ഒരുവൻ വ്യക്തിത്വമാകുന്ന വ്യാമോഹത്തിനും ഭേദബുദ്ധിക്കും ആശാബന്ധങ്ങൾക്കും തിന്മകളാകുന്ന ദ്വന്ദ്ഭാവങ്ങൾക്കും അതീതമായി ഉയരുന്നു. ഈ സത്യം പകരാനുള്ള പരമോത്കൃഷ്ടമായ യഥാർത്ഥ ബോധന രീതി മൗനമാണ്. ആത്മനിഷ്ഠയുടെ ഗംഭീരഭാവത്തെയാണ് ഇത് അർത്ഥമാക്കുന്നത്. ആ മൗനശക്തിയുടെ മൂർത്തിമത് ഭാവമാണ് ഗുരു. ഗുരുവിൻ്റെ സാന്നിധ്യ തേജസ്സിൽ ഈ മൗനം വിജയിച്ചരുളുന്നു. മനസ്സിൻ്റെ ശക്തികളെ നിഷ്പന്ദമാക്കുന്ന ശക്തിയാണിത്. ബോധിവൃക്ഷച്ചൂട്ടിൽ സംഭാഷണമില്ല. ബോധനം മൗനത്തിലൂടെയാണ്. ഗ്രഹിക്കുന്നതും മൗനം കൊണ്ട് തന്നെ. യുവാവായ ഗുരു യോഗത്തിൽ വർത്തിക്കുന്നു. അദ്ദേഹം മൗനമഗ്നനാണ്. വയോധികരായ ശിഷ്യർ അഭിവന്യ ഗുരുവിൻ്റെ മഹത്തായ ഗഹന നിശബ്ദതയുമായി താദാത്മ്യം പുലർത്തി ആ സന്നിധിയിൽ ഉപവിഷ്ടരായിരിക്കുന്നു. അവരുടെ സംശയങ്ങൾ സ്വയം തിരോഭവിക്കുന്നു.
മനസ്സ് അലിഞ്ഞകലുന്നു. ബോധം വിജ്ഞാനവേദിയിലേക്ക് ഉയരുന്നു. ഈശ്വരനാണ് ലക്ഷ്യം. ഈശ്വരൻ്റെ സാക്ഷാത്കാരം അനുഭവൈകവേദ്യമാണ്. ഈ അനുഭവത്തിന് വേണ്ട സജ്ജീകരണമാണ് തപസ്. തപസ്സിൻ്റെ ശക്തിയും പ്രകാശപ്രഭവും കൊണ്ട് ദേഹവും മനസ്സും തേജോമയമാക്കണം. പ്രകൃതിയുടെ പ്രലോഭനങ്ങളെ ജയിക്കാനും ഈശ്വരമഹിമയുടെ ദർശനത്തിലേക്ക് ഉയരാനും തപസ് അത്യന്താപേക്ഷിതമാണ്. തപസ് എന്നാൽ എന്താണ്? അസ്വാഭാവികമായ ഒരു ജീവിതത്തെയല്ല തപസ് അർത്ഥമാക്കുന്നത്. ആധ്യാത്മിക ദർശനത്തിൽ സമ്പൂർണവും തീവ്രവുമായ ഏകാഗ്രത പാലിക്കുകയാണ് തപസ്. നിങ്ങൾ എവിടെ കഴിഞ്ഞാലും നിങ്ങളുടെ ചിന്തയും വാക്കും കർമ്മവും ആന്തരികമായ സുശിക്ഷിതാവസ്ഥയ്ക്ക് അനുയോജ്യമാവണ്ണം സംയോജിച്ച് വർത്തിക്കണം. ഇതാണ് തപസ്. സനാതനമായ ആത്മാവ് തന്നെയാണ് നിങ്ങൾ എന്ന നവമായ ഒരു ആശയം, തേജോമയവും സുശക്തവുമായ ഒരു മനോവൃത്തി ആത്മാപദേശം കൊണ്ട് നിങ്ങളിൽ അങ്കരിപ്പിച്ചിട്ടുണ്ട്. ഈ ആശയം സഹജബോധമായി പരിണമിക്കുന്നതുവരെ അതിനെ നിങ്ങൾ തീവ്രവും ശക്തവും സുസ്ഥിരവുമാക്കി തീർക്കണം. ഇതാണ് തപസ്. ഈശ്വരദർശനത്തിനുള്ള നിരന്തര അഭിലാഷം, ക്രമം തെറ്റാതെയുള്ള സാധനാനുഷ്ഠാനം, ഇവയോടൊപ്പം ആധ്യാത്മിക വളർച്ചയെ ആന്തരികമായി വിഘാതപ്പെടുത്തുന്ന സർവത്തെയും തിരസ്കരിക്കാനുള്ള മനോദാർഢ്യവും നിങ്ങൾക്കുണ്ടായിരിക്കണം. സത്യാന്വേഷണത്തിനു വേണ്ടി തീവ്രമായ ഈശ്വര അഭിവാഞ്ചിയും നിശ്ചയദാർഢ്യവും അനുഷ്ഠാനത്തിലുള്ള ഊർജ്ജസ്വലതയും ഒത്തുചേർത്ത് വർത്തിക്കുന്ന ഒരു മനോവ്യാപാരമാണ് തപസ്. വിഷയാസക്തി മനസ്സിനെ ദൗർബല്യമാക്കും. എന്നാൽ തപസ്സുകൊണ്ട് ഉദ്ദീപ്തമായ ആന്തരിക ശക്തി ദൗർബലതയെ നശിപ്പിച്ച് മനസ്സിനെ ഈശ്വരകാരുണ്യത്തിന് പാത്രമാക്കാൻ സമർഗമാക്കും. ചിലപ്പോൾ ആന്തരികമായ വാസനകളുടെയോ ബാഹ്യമായ ദുഷ്ടശക്തികളുടെയോ ആക്രമണത്താൽ അപക്വമായ മനസ്സിൽ സംശയങ്ങളും നിരാശയും നുഴഞ്ഞു കയറിയെന്ന് വരാം. എന്നാൽ തപസ്യയുടെ ശക്തിയാലും ഗുരുവിൻ്റെ കൃപയാലും പെട്ടെന്ന് അത് തിരോഭവിക്കുന്നു. ഗൃഹസ്ഥാശ്രമികളായ നിങ്ങൾക്ക് കുടുംബജീവിതം തന്നെ തപശ്ചര്യയാണ്. വിഷമമേറിയ പ്രശ്നങ്ങളോടും പരീക്ഷണങ്ങളോടും ഏറ്റുമുട്ടേണ്ടി വന്നേക്കും. എന്നാൽ അവയ്ക്ക് അടിമപ്പെട്ടു പോകരുത്. നിങ്ങൾ ആന്തരികമായി സമഭാവത്തിൽ സ്ഥിതി ചെയ്താൽ ഏതുതരം പരീക്ഷണത്തെയും അതിജീവിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് കൈവരും. ഏറ്റവും അടുത്ത വെല്ലുവിളിയെ നേരിടാനുള്ള തൻ്റെയിടവും നിങ്ങൾക്ക് ലഭിക്കും. ഏറ്റവും സങ്കീർണമായ പ്രശ്നം പരിഹരിക്കാനുള്ള ഉൾക്കാഴ്ച ലഭിക്കും. ഈശ്വരകൃപയ്ക്ക് പാത്രമാകുമാറ് ഈശ്വരനെ നിരന്തരം സ്മരിച്ച് ആധ്യാത്മിക സാധനകൾ നിഷ്ഠയോടുകൂടി ആചരിക്കുവിൻ. ഈശ്വരകൃപ കൊണ്ട് ഹിമാലയ സദൃശ്യമായ പ്രാരബ്ധം പോലും മൃദുവായ പുഷ്പദളം പോലെ ലോലവും മൃദുവുമായി പരിവർത്തനം ചെയ്യും. ജീവിതായോധനത്തിൽ ദൃഢചിത്തതയെയും ധൈര്യത്തെയും പ്രശാന്തതയെയും ആയുധമാക്കി ധരിച്ച് യോദ്ധാവായി തീരുവിൻ. ഒന്ന് മനസ്സിലാക്കുവിൻ, ഈ ലോകത്ത് നിങ്ങളിൽ നിന്ന് അന്യമായി നിങ്ങൾക്ക് മിത്രങ്ങളോ ശത്രുക്കളോ ഇല്ല. നിങ്ങളുടെ തന്നെ മനസ്സാണ് മിത്രമായും ശത്രുവായും വർത്തിക്കുന്നത്. സത്വഗുണം നിറഞ്ഞ മനസ്സ് മിത്രമാണ്. വികാരനിർഭരമായ മനസ്സ് ശത്രുവും. എല്ലാ ഹൃദയങ്ങളിലും വസിക്കുന്നത് ഈശ്വരൻ മാത്രമാണ്. സ്ഥൂല ദൃഷ്ടിക്ക് ഈശ്വരൻ അഗോചരമാണ്. എന്നാൽ കണ്ണുകൾക്ക് കാഴ്ച നൽകുന്ന ശക്തി തന്നെ ഈശ്വരൻ്റേതാണ്.
ഈശ്വരൻ്റെ കേവല ഭാവത്തെ ബുദ്ധി കൊണ്ട് വിഭാവനം ചെയ്യാൻ സാധ്യമല്ല. എന്നാൽ വിവേചനശക്തിയും ചിന്താശക്തിയും നിഗമനശക്തിയുമെല്ലാം ഈശ്വരനിൽ നിന്ന് മാത്രമാണുണ്ടാകുന്നത്. പ്രേമം ഈശ്വരൻ്റെ സഹജഭാവമാണ്. ഈശ്വരൻ എല്ലാവരെയും ഒരുപോലെ പ്രേമിക്കുന്നു. തിരഞ്ഞെടുത്ത വ്യക്തികളെ മാത്രമേ മനുഷ്യന് പ്രേമിക്കാൻ കഴിയൂ. തന്നെ സ്നേഹിക്കുന്നവരെയും സഹായിക്കുന്നവരെയും മാത്രമേ മനുഷ്യൻ പ്രേമിക്കാറുള്ളൂ. നിങ്ങളുടെ ശത്രുവിനെ പോലും നിങ്ങൾക്ക് പ്രേമിക്കാൻ കഴിയുമോ? അതിന് നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ മാനുഷികമായ ദൗർബല്യങ്ങൾക്ക് ഉപരിയാവുകയും ഈശ്വരനുമായി സാത്മ്യം പ്രാപിക്കുകയും ചെയ്തിരിക്കും. ഈശ്വര പ്രേമത്തിൽ നിങ്ങളുടെ അഹന്ത വിനഷ്ടമാക്കണം. എന്നാൽ മാത്രമേ എല്ലാവരെയും തുല്യനിലയിൽ നിങ്ങൾക്ക് പ്രേമിക്കാൻ കഴിയൂ. ഏതൊന്നുകൊണ്ടാണോ അഹന്ത പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നത്, ആ മഹത്തായ ഈശ്വര കാരുണ്യം ആർജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ദിവ്യ പ്രേമം എന്നതിൻ്റെ നേരിയ ബോധം പോലും നിങ്ങൾക്കുണ്ടാകില്ല. ശ്രീരാമൻ ഈശ്വര അവതാരമായിരുന്നു. പക്ഷേ മാർഗനിർദ്ദേശം നേടാൻ അദ്ദേഹം ഗുരുവായ വസിഷ്ഠന് വിധേയനായി. വസിഷ്ഠൻ അദ്ദേഹത്തിന് ശിക്ഷണം നൽകി. സർവജ്ഞനായ ഈശ്വരൻ മനുഷ്യാചാരത്തിനൊരു അടിസ്ഥാന മാതൃക സൃഷ്ടിക്കാൻ സ്വയം സദ്ഗുരുവിൽ ശരണാഗതനാവുകയായിരുന്നു. ഈശ്വരൻ ഗുരുവിനെ സ്വീകരിക്കാതിരുന്നുവെങ്കിൽ ലോകം ആ മാതൃക അനുകരിക്കുകയും അജ്ഞാനികൾ അന്ധകാരത്തിൽ തന്നെ കിടന്നുഴലാൻ ഇടവരുകയും ചെയ്യുമായിരുന്നു. പൂർണ്ണത്വം നേടാൻ ഒരു മഹാത്മാവ് ഒരുവനെ നയിക്കാൻ ഉണ്ടായിരിക്കണം. ഗുരുവും ഈശ്വരനും ഒന്നു തന്നെയാണെന്ന പൂർണ്ണ വിശ്വാസമുണ്ടായിരിക്കണം. പൂർണ്ണമായി നിങ്ങൾക്ക് ശരണാഗതി അടയാനുള്ള സമർഹമായ വേദി തന്നെയാണ് ഗുരു. മനുഷ്യൻ്റെ സ്വഭാവത്തെ പുരസ്കരിച്ച് ദിവ്യമാതാവ് ഇങ്ങനെ തുടർന്നു: ചിലപ്പോൾ മനസ്സ് പ്രശാന്തമാകും, പക്ഷേ വാസനകൾ അവിടെ അന്തർലീനമായി വർത്തിക്കും. സന്ദർഭം കിട്ടുമ്പോൾ അവ വ്യക്തികളായി തലയുയർത്തും. ആട്ടെ, നിങ്ങളെല്ലാം ഗ്രാമഫോൺ കണ്ടിരിക്കുമല്ലോ. ചിത്തം ഒരു ഗ്രാമഫോൺ റെക്കോർഡർ പോലെയാണ്. എണ്ണമറ്റ ജന്മങ്ങളിലെ വാസനകൾ അതിൽ മുദ്രിതമാണ്. റെക്കോർഡിൽ യന്ത്രത്തിലെ സൂചി സ്പർശിക്കുന്ന മാത്രയിൽ അതിൽ ആലേഖനം ചെയ്തിട്ടുള്ള ശബ്ദം ഉയരുന്നു. അതേപടി പ്രാപഞ്ചിക വിഷയങ്ങളെ ദർശിക്കുമ്പോഴോ അന്യരിൽ നിന്ന് ചില വാക്കുകൾ കേൾക്കുമ്പോഴോ നിർലീനമായിരുന്ന വാസനകൾ പ്രകടമായി മാനസിക വികാരങ്ങളായി പ്രത്യക്ഷപ്പെടുന്നു. ഒരുവൻ എത്ര തപസ്സാചരിച്ചാലും ആ വാസനകൾ വീണ്ടും വീണ്ടും തല ഉയർത്തുക തന്നെ ചെയ്യും. ആത്മാനുഭൂതിയുടെ അഗ്നിനാളങ്ങൾക്ക് മാത്രമേ വാസനകളെ ഭസ്മീകരിക്കാൻ കഴിയൂ. ദുസ്സംഗം പരിവർജിക്കുക. നിങ്ങളെ ഈശ്വരനിൽ നിന്ന്, ഈശ്വര കൃപയിൽ നിന്ന് അകറ്റുന്ന വൃത്തി ദുർവൃത്തിയാണ്. അത്തരം വൃത്തിയുമായുള്ള നിങ്ങളുടെ താതാത്മ്യതയെ തന്നെയാണ് ദുസ്സംഗമെന്ന് പറയുന്നത്. പരമോന്നതമായ ചിന്തകൾക്ക് മാത്രം മനസ്സിൽ സ്ഥലം അനുവദിക്കുക. എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് അതായി തീരുന്നു നിങ്ങൾ. അശക്തരാണെന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ നിങ്ങൾ അശക്തരായി ഭവിക്കും. നിങ്ങൾ ബ്രഹ്മമാണെന്ന് തീർത്തും ദൃഢമായി വിശ്വസിച്ചാൽ നിങ്ങൾ ബ്രഹ്മം തന്നെയായി തീരും. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെ ജാഗ്രതയോടെ ശ്രദ്ധിക്കുക. ഗാർഹസ്ഥ്യ ധർമ്മത്തെപ്പറ്റി ദിവ്യമാതാവ് ഇങ്ങനെ തുടർന്നു: സാമൂഹിക വ്യവസ്ഥയിൽപ്പെട്ട മറ്റെല്ലാ ആശ്രമങ്ങൾക്കും ആധാരം ഗാർഹസ്ഥ്യമാണ്. ഈ ആശ്രമത്തെ ഉത്കൃഷ്ടമായ മൂല്യങ്ങളിൽ പടുത്തുയർത്തുമ്പോൾ സമാധാനപ്രിയരും ധർമാധിഷ്ഠിതരും ഈശ്വരവിശ്വാസികളുമായ ജനങ്ങളുടെ തലമുറ ഉയർന്നു വരും. വിശ്വാസരാഹിത്യവും ധർമ്മപദത്തിൽ നിന്നുള്ള വ്യതിചലനവുമാണ് ആധുനിക കാലത്തിൻ്റെ അധപ്പതനത്തിനുള്ള രണ്ട് പ്രധാന കാരണങ്ങൾ. പുരാതന കാലത്ത്
ആധ്യാത്മിക സംസ്കാരമാണ് രാജ്യത്തെ സംരക്ഷിച്ചിരുന്നത്. ഇന്നാകട്ടെ ആ സംസ്കാരം ക്രമേണ അധപ്പതിച്ചു വരുന്നു. നിങ്ങൾ ഗൃഹസ്ഥാശ്രമികൾ ഇപ്പോഴാണ് സാൻമാർഗികതയുടെയും ആധ്യാത്മികതയുടെയും മഹത്വത്തിൻ്റെ കൊടുമുടിയിലേക്ക് ഉയരേണ്ടത്. അമ്മയുടെ ഉപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുവിൻ. യോഗസങ്കേതങ്ങൾ നിങ്ങളുടെ കർത്തവ്യങ്ങളിൽ പ്രയോഗിക്കുവിൻ. മനസ്സിനെ നിയന്ത്രിക്കാനുള്ള സാധനകൾ അനുഷ്ഠിച്ച് ഈശ്വരനുമായുള്ള ആന്തരിക ബന്ധത്തെയും സധർമ്മ്യത്തെയും കണ്ടെത്തുവിൻ. ധർമാചരണം ഭക്തിയോടും ശ്രദ്ധയോടും ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഈശ്വരനിൽ ഭക്തിയുള്ളവരാകുമ്പോൾ സാൻമാർഗിക തൽപരത അനായാസേന വന്നുചേരും. അതുപോലെ നിങ്ങൾ സ്വധർമ്മത്തെ മുറുകെ പിടിക്കുമ്പോൾ മനസ്സ് ഈശ്വര പ്രേമത്തിൻ്റെ വേദിയിലേക്ക് ഉയർന്നുകൊള്ളും. ഏവർക്കും അനുഷ്ഠിക്കാൻ അവരവരുടേതായ ധർമ്മങ്ങളുണ്ട്. ഏവരും തങ്ങളുടെ ധർമ്മങ്ങളിൽ ഉറച്ചു നിന്നാൽ ഗ്രഹത്തിലെയും സമൂഹത്തിലെയും സമൂഹജീവിതം ശാന്തിപ്രദവും വിശുദ്ധവും സമഞ്ജസവുമായി തീരും. സത്യം, ധർമ്മം, ഭക്തി ഇവയുടെ പാതകളിൽ വളരുവാൻ കുട്ടികളെ സഹായിക്കേണ്ടത് മാതൃധർമ്മമാണ്. സനാതനധർമ്മം, സാൻമാർഗിക ശിക്ഷണം ഇവയെ പുരസ്കരിച്ചുള്ള അമ്മയുടെ ഉപദേശങ്ങൾ അവരിലേക്ക് പകരുവിൻ. യോഗസങ്കേതങ്ങളും സാൻമാർഗിക ജീവിതത്തിൻ്റെ തത്വങ്ങളും ഭക്തിമാർഗത്തിലെ സാധനാക്രമങ്ങളും അവരെ പരിശീലിപ്പിക്കണം. സാൻമാർഗിക സംസ്കാരത്തെ വികസിപ്പിച്ച് പരമോത്കൃഷ്ടമായ പുരുഷാർത്ഥം, അതായത് മോക്ഷം നേടാൻ അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നതിനെയാണ് ഈശ്വരൻ അവരെ നിങ്ങളുടെ സംരക്ഷണയിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അവരെ നിങ്ങളുടെ സ്വന്തമാണെന്ന് കരുതി നിങ്ങൾ അവരിൽ ആസക്തരായി അവരെ സംസാരവുമായി ബന്ധിപ്പിക്കുകയാണെങ്കിൽ അത് അവരോട് ചെയ്യുന്ന കടുത്ത നീതികേടായിരിക്കും. അതുകൊണ്ട് ആദർശമാതാക്കളായ അവർക്ക് യോഗ്യമായ രീതിയിൽ പരിശീലനം നൽകുവിൻ. നിങ്ങളുടെ മാതൃധർമ്മം സഫലമാക്കുവിൻ. ധർമാചരണം എന്നതാൽ ഈശ്വരാർപ്പിതമായ ജീവിതം നയിക്കുക എന്നതാണ് അർത്ഥം. ഈശ്വര സന്നിധിയിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ശക്തിയാണ് ധർമ്മം. ധർമാചരണത്തിലൂടെ നിങ്ങൾ ഈശ്വരനെ മുഖത്തോട് മുഖം ദർശിക്കും എന്ന് മാത്രമല്ല, ഈശ്വരനുമായി സാത്മ്യം പ്രാപിക്കുകയും ചെയ്യും. ഈശ്വരനുമായി വിലയം പ്രാപിക്കുന്നു എന്നതാണ് പരമമായ ധർമ്മം. അമ്മയുടെ ഭക്തരെന്ന നിലയിലും പരമോത്കൃഷ്ടമായ ആത്മോപദേശം നേടിയവരെന്ന നിലയിലും നിങ്ങളുടെ ജീവിതം മാതൃകാപരവും ആത്മദീപകവുമായി തീരണം. നിങ്ങൾ സത്യസന്ധരും നീതിനിഷ്ഠരും സാൻമാർഗികമായി കുറ്റമറ്റവരും പൂർണ്ണമായി ധർമ്മനിരതരുമായി വർത്തിക്കണം. ഏവരും പരമോത്കൃഷ്ടമായ ആധ്യാത്മിക ലക്ഷ്യത്തിലെത്താൻ ശ്രമിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അമ്മ പറഞ്ഞു, ഈശ്വരൻ സമഗ്രശാന്തിയും സുന്ദരവും ആനന്ദവുമാണ്. എന്നാൽ അഹന്തയോട് ബന്ധപ്പെട്ട് കഴിയുന്നതുകൊണ്ട് ജീവന്മാർക്ക് ഈശ്വര സാന്നിധ്യം അനുഭവിക്കാനോ ശാശ്വത ശാന്തി നുകരാനോ കഴിയുന്നില്ല. പിന്നെ ചിലരുണ്ട്, തങ്ങൾ ശാന്തിയിൽ തന്നെയാണ് കഴിയുന്നത് എന്ന് കരുതുന്നവർ. അനേകം ഉപാധികൾക്ക് വിധേയമായ ഒരു അവസ്ഥാവിശേഷത്തെ മാത്രമാണ് ശാന്തിയായി തങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നതെന്ന് അവർ അറിയുന്നില്ല. ആ ഉപാധികൾ പ്രതികൂലമായി ഭവിക്കുമ്പോൾ അവരുടെ ശാന്തി തിരോഭവിക്കുന്നു. യഥാർത്ഥ ശാന്തി അനശ്വരമാണ്. അത് ഈശ്വരാനുഭൂതിയിലൂടെ മാത്രമാണ് സംസിദ്ധമാക്കുന്നത്. തുടർന്ന് അമ്മ കണ്ണൂരിൽ നിന്ന് വന്ന ബാലികാ ബാലന്മാരെ ലക്ഷ്യമാക്കി ഒരു ധന്യജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ കുട്ടികളും വിദ്യാർത്ഥികളും എന്ന നിലയിൽ അവരുടെ കർത്തവ്യങ്ങൾ, പ്രാർത്ഥനയുടെയും നാമജപത്തിൻ്റെയും രീതികൾ എന്നിവയെ പുരസ്കരിച്ച് സംസാരിച്ചു.
സമുന്നത ശൃംഗങ്ങളിൽ നിന്നും ഇത്ര പെട്ടെന്ന് ഇളം കിടാങ്ങളുടെ നിലവാരത്തിലേക്ക് അനായാസം ഇറങ്ങി വന്ന് അവരോട് പരമലളിതമായ ഭാഷയിൽ കഥനാത്മക രീതിയിൽ മതത്തിൻ്റെ മൗലിക തത്വങ്ങളെക്കുറിച്ച് അമ്മ വിവരിച്ചു കൊടുക്കുമ്പോൾ ഏവരും വിസ്മയിച്ചുപോയി. യഥാർത്ഥ വിശ്വാസത്തിൻ്റെ മാതൃക ചൂണ്ടിക്കാണിക്കാനായി അമ്മ കർണാടകത്തിലെ ഭക്ത കനകദാസൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം വിവരിച്ചു. അമ്മയുടെ അനനുകരണീയമായ കഥാകഥന രീതിയും അതിൻ്റെ അന്തർലീനമായ സാൻമാർഗിക തത്വങ്ങളും വിശദീകരണവും ഏവരെയും ആകർഷിച്ചു. അമ്മയുടെ ഭാവത്താൽ ആകൃഷ്ടരായ ആ സദസ്സിലെ ഏവരും തങ്ങൾ ഇളം കുഞ്ഞുങ്ങളാണെന്ന പ്രതീതിയുണ്ടാക്കി. തൻ്റെ പ്രഭാഷണം എത്ര അച്ചടക്കത്തോടെ കുട്ടികൾ ശ്രദ്ധിച്ചതിൽ അമ്മ സന്തുഷ്ടി പ്രകടിപ്പിച്ചു. കുട്ടികളും സീമയേറ്റ് സന്തോഷിക്കുകയും അമ്മയുടെ വാത്സല്യാതിരേകത്തിൽ അവർ അങ്ങേയറ്റം സംതൃപ്തരും ആകൃഷ്ടരുമായി ഭവിക്കുകയും ചെയ്തു.